പേര് മോഹനൻ വൈദ്യൻ. സ്ഥലം സ്ഥലം ചേർത്തല മതിലകം. എവിടെ എവിടെ എന്ന് മുതൽക്കാണ് ഈ ഔഷധം? ഇതിപ്പോൾ ഞാൻ 16 വർഷമായി ഈ ലൈനിൽ ഞാൻ ഇറങ്ങിയിട്ട്. ഇതൊരു നാട്ടുവൈദ്യു. എൻ്റെ അച്ഛനൊരു പാരമ്പര്യ ചെറിയ വൈദ്യരായിരുന്നു. പക്ഷേ അച്ഛൻ്റെ ജീനായിരിക്കാം എന്നെ ഇതിലോട്ട് ഇത്രയും കൊണ്ടുപോയെന്ന് തന്നെ എനിക്ക് വിശ്വസിക്കുന്നു. പക്ഷേ അച്ഛനിക്കൊന്നുമില്ല, അത് പിന്നെ അച്ഛൻ ഈ പാരമ്പര്യ വൈദ്യത്തിനകത്ത് എന്ന് പറഞ്ഞാൽ ഈ മസാജും തിരുമൊക്കെ ആയിരുന്നു അച്ഛൻ്റെ മെയിൻ സാധനം. എൻ്റെ ഇവിടുത്തെ മെയിൻ സാധനം അത് തന്നെയാണ്. സ്പോണ്ടിലോസിസ്, നടുവേദന, മുട്ടുവേദന, കാല് കഴപ്പ്, ഇതിനൊക്കെ പിന്നെ തേയ്മാനം എന്ന് പറയുന്നില്ലേ, അങ്ങനൊരു സാധനമേ ഇല്ലെന്ന് ഇവിടെ തെളിയിക്കുകയാണ്. ഇതിനെല്ലാം ഒന്നാം ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളുകൊണ്ടാണ് ഓടിപ്പോകുന്നത്. അത് വലിയ കാര്യമില്ല. പിന്നെ ഇവിടെ വരുന്ന കണ്ടു കാണും ലിവർ സിറോസിസ്, ഹാർട്ട് ബ്ലോക്ക്, പിന്നെ സോറിയാസിസ്, ചില ടൈപ്പിൽ, എല്ലാ സോറിയാസിസും ഇല്ല. സോറിയാസിസ്, ക്രോൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരിടത്തും മരുന്നില്ലാത്ത ക്രോൺ ഡിസീസ്, പിന്നെ പിത്താശയത്തിലെ കല്ല്, പാൻക്രിയാസിലെ കല്ല്, മൂത്രത്തിലെ കല്ല്, കിഡ്നി സ്റ്റോണ്, മൂത്രസഞ്ചിയിലെ കല്ല്, അസിഡിറ്റി, ഹൈപ്പർ അസിഡിറ്റി, അൾസർ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ്, ഫാറ്റി ലിവർ, ഇങ്ങനെയുള്ള അലോപ്പതിയിൽ മരുന്നില്ലെന്ന് പറഞ്ഞ് കളഞ്ഞു കഴിയുന്നവർ അവർ തന്നെ പറഞ്ഞു. അവർ തന്നെ പറഞ്ഞു. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അവർ തന്നെ ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആളുണ്ട്. അവരെ ബന്ധുക്കളാണ് ഇപ്പോൾ ഇവിടെ വരുന്നതിനകത്ത് പിത്താശയത്തിലെ കല്ലിനകത്ത് ക്രോൺ ഡിസീസിനൊക്കെ ഏറ്റവും കൂടുതൽ അലോപ്പതിക്കാർ തന്നെ ഇവിടെ ആളുകളെ പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് രസം. ഈ പിത്താശയക്കല്ല് ഇവിടെ റിമൂവ് ചെയ്യുന്നുണ്ട്. ഉണ്ട്. ഇത് എന്ന് മുതൽക്കാണ്? അതെ, ഇപ്പോൾ ഒരു 5 വർഷമായി, 6 വർഷമായി. എനിക്ക് ഇപ്പോൾ ഇതിനൊരുപാട് വലിയ ആനയും കോടയൊന്നുമില്ല. ഇതൊരു കെമിക്കൽ പ്രോസസ്സ്. നാരങ്ങ നീരെന്ന് പറയുന്നത് ആസിഡ്, സിട്രിക് ആസിഡ്, അതിലൂടെ നല്ലെണ്ണയും നല്ലെണ്ണയാണ് കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നുള്ളത് കുറച്ച് ചെറിയ പൊടിക്കൈയുണ്ട്, അതിനകത്താണ് ഈ പോകുന്നത്. അത് ഞാനിപ്പോൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എൻ്റെ രഹസ്യം പോയി കളയും, പോത്തില്ലേ. അതുകൊണ്ട് അത് വേണ്ട. അത് ഞാൻ സാറിനോട് ഒരു ചെറിയൊരു ക്ലിപ്പ് തന്നായിരുന്നു ഇല്ലേ. എമർജൻസി വന്നാൽ ഒരാൾ എന്നെ വിശ്വസിച്ചാൽ അവർക്ക് ഞാൻ അവിടെ വെച്ച് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ കൊണ്ട് ചെയ്തു അതിന് ആവശ്യത്തിന് ചെയ്തു കൊടുക്കണ്ടേ? അത് കൊടുക്കണം. കാരണം എന്നെ കൊണ്ട് അവരെ രക്ഷിക്കാം. അവരോട് വരെ എത്താൻ പറ്റുന്നില്ല. വയറുവേദന കൊണ്ട് ഇതിൻ്റെ സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറുവേദന വരും, പിത്തവെള്ളം വായിൽ വരും, കയ്പ്പ് രസം വരും, ദഹനമില്ലായ്മ, എപ്പോഴും അസിഡിറ്റി ഫാം ചെയ്യുക, പിന്നെ ദഹനമില്ല. അതാണ് ഏറ്റവും വലിയ. ഇതുവരെ ഈ കാലം വരെ അതിനൊക്കെ സർജറി അല്ലാത്ത മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇതിന് ഇന്ത്യക്കകത്ത് എനിക്ക് തോന്നുന്നു ഇത്രയും ഫലപ്രദമായി ചികിത്സിക്കാൻ ഞാനല്ലാതെ വേറെ ആരുമില്ലെന്ന്. അതാണ് പറയേണ്ടത്. ഞാനല്ലാതെ വേറെ ആരുമില്ലെന്നാണ് എൻ്റെ. അതിൻ്റെ പേരിൽ ഞാൻ വേറൊരു പരിപാടി ഇപ്പോൾ എനിക്ക് ചെയ്യാൻ വിചാരിക്കുന്നു. ഇത് പാർലമെൻറ്റിലോ നിയമസഭയിൽ ഇത് അവതരിപ്പിച്ച് ആൾക്കാർ ഇത് മാറിയ ആൾക്കാരെ എല്ലാം കൂടെ ഇട്ട് കൊടുത്തുകൊണ്ട് ഇത് നമ്മുടെ നാടിൻ്റെ ഭാരതത്തിൻ്റെ തനിമയാണെന്ന്, ഇല്ലേ, ഹെറിറ്റേജ് ആണെന്ന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ മാറുന്ന ഇത്രേ ഉള്ളൂ. ഇത് നമ്മുടെ ആവശ്യമാണെന്ന് തെളിയിച്ചാൽ അവർക്ക് എനിക്കൊരു സ്പെഷ്യൽ ഓർഡർ തരാൻ വലിയ കാര്യമൊന്നുമില്ല. ഈ ചികിത്സ കാരണമായി ജനങ്ങളുമായി പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്ന കേട്ടു. എന്താണ്? മനസ്സിലായില്ല. ഇങ്ങനെ ചികിത്സിക്കുന്നത് കൊണ്ട് മറ്റ് ആൾക്കാർ അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഭയപ്പെടുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ട്. അത് അലോപ്പതിക്കാരുണ്ട്, ആയുർവേദക്കാരുണ്ട്. അവർ ഭയപ്പെടുന്നു. ഇത് തനിമയായ യഥാർത്ഥ നമ്മുടെ കേരളത്തിൻ്റെ അല്ല, ഇത് ഭാരതത്തിൻ്റെ പൈതൃകമാണ്. ഇത് നമ്മൾ മറ്റ് ആൾക്കാർ കൊണ്ടുവന്ന് അടിയറ വെച്ചു. അവിടെ കുഴപ്പം എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പഠിക്കുന്ന 5 കൊല്ലം കൊണ്ട് ആയുർവേദം പഠിച്ചു കഴിഞ്ഞാൽ മാറും എന്നൊരു ധാരണ ആൾക്കാരുടെ തലകേറി. 5 കൊല്ലം കൊണ്ട് 50 കൊല്ലം കൊണ്ട് 50,000 വർഷം കൊണ്ട് പഠിക്കാവുന്നല്ല ആയുർവേദം. അത് ഹെറിറ്റേജാണ്, അത് പാരമ്പര്യം. ഒരു വൈദ്യന് അറിയാവുന്ന വേറെ വൈദ്യർക്ക് അറിയില്ല. അപ്പോൾ ആർക്കും ആയുർവേദം പഠിച്ച് തീർക്കാൻ പറ്റില്ല. ഒരു കടലിനകത്ത് ഒരു മനുഷ്യനോട് പറയാം നിൻ്റെ ജീവിതകാലം മൊത്തം ഇതിനകത്ത് എത്ര വെള്ളം കുടിച്ച് പറ്റിക്കാൻ പറ്റും, അത്രയും മാത്രമേ ഒരാൾക്ക് ഒരു ജീവിതകാലം മൊത്തം ഈ ആയുർവേദം പഠിക്കാൻ പറ്റും.
പിന്നെ ഇപ്പോൾ അനുഭവ സമ്പത്താണ്. അനുഭവ സമ്പത്ത് സാർ ഇപ്പോൾ ഇവിടെ വന്ന് ഇത്രയും നാളുകൊണ്ട് സാർ എന്തെല്ലാം കണ്ടു. ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്ന ക്യാൻസർ പേഷ്യൻ്റ് അല്ലേ, സിമ്പിളായിട്ടല്ലേ മാറിപ്പോണേ. ഇപ്പോൾ റഷ്യയിൽ നിന്ന് പേഷ്യൻ്റ് വന്നെന്ന് പറഞ്ഞല്ലോ, അവരെത്ര കാലമായി? ഇല്ല, ഇപ്പോൾ വന്നതേ ഉള്ളൂ. അത് ഇവിടെ ഇവിടുന്ന് ഒരുപാട് US നിന്ന് വരുന്നുണ്ട്, US നിന്ന് വരുന്നുണ്ട്, സൊമാലിയ നിന്നുണ്ട്, ന്യൂസിലൻഡിൽ നിന്ന് വരുന്നുണ്ട്, സിംഗപ്പൂരിൽ നിന്ന് വരുന്നുണ്ട്. സിംഗപ്പൂരിൽ ഒരു സാറ് വന്നിട്ട് അവിടെ കിടന്ന് അതാണ് രസമായിരുന്നു. ആ പുള്ളിക്കാരനെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് നടത്തിയിട്ടും അയാൾ ഹാർട്ട് ബ്ലോക്കായിരുന്നു. ഇവിടെ വന്ന് ഒറ്റ ദിവസം മരുന്ന് കഴിച്ചു, അങ്ങനെ ഫ്രഷായിപ്പോയി ചെക്ക് ചെയ്ത് ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അവിടെ കിടന്ന് അവിടെ 2 നേഴ്സുമാർ അപ്പുറം നിന്നിട്ട് ലെഫ്റ്റ് റൈറ്റ് അടിക്കും. ഇവിടെ പാവങ്ങൾക്ക് വല്ല ചികിത്സ ഉണ്ട്. അപ്പം അതെനിക്കൊരു എൻ്റെ ഒരു പ്രൊജക്റ്റ് തന്നെയുണ്ട്. പാവങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് പൈസ ഇല്ലെങ്കിൽ ആ പൈസ ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ ജോലി ചെയ്യുന്നതിനകത്തുനിന്ന് ഒരു ഭാഗം അവർക്ക് വെച്ചിട്ട് അത് കൊടുക്കാൻ പറ്റും. ഇഷ്ടംപോലെ അതാണല്ലോ എൻ്റെ കൂടെ ഇത്രയും ആൾക്കാർ. അതൊരാളോട് പറയേണ്ടുന്ന കാര്യമല്ല, അത് അവസരോചിതമായി അതൊരു കച്ചവടമാക്കി എടുത്തിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. പാവങ്ങൾക്ക് ഇവിടെ വന്ന് അയ്യോ അവർക്ക് വന്നാലും നിങ്ങളെക്കാട്ടി കൂടി ഞാൻ അവരെ നോക്കും. അത് ഉറപ്പാണ്. കാരണം ഇപ്പം എത്രയോ പേര് വരുന്നത് അങ്ങല്ലെങ്കിൽ അന്ന് അവിടെ വരാൻ ഒരുത്തം വന്നത് ഡയാലിസിസ് ചെയ്യേണ്ട ദിവസമാണ് അന്ന് നിങ്ങളുടെ കൂടെ അവിടെ വന്നത്, ഓർമ്മ. അവന് ഞാനാണ് മൊത്തം അവൻ്റെ ഡയാലിസിൻ്റെ പൈസ ഞാൻ കൊടുക്കുന്നത്. അതാണ് ഏറ്റവും വലിയ, അതാണ് എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തോ അതൊക്കെ എൻ്റെ സന്തോഷം. അത് അവന് വേണ്ടിയല്ല ഞാൻ കൊടുക്കണേ, അതുകൊണ്ട് മനസ്സിലാക്കും. ഇപ്പം ഈ ചികിത്സ ഈ പദ്ധതി ഇങ്ങനെ നിലനിർത്തി ഒരു ഹോസ്പിറ്റലും കാര്യങ്ങളുമായി അപ്പോൾ അത് കച്ചവടമായി മാറുന്നു. ഹോസ്പിറ്റലാവുമ്പോൾ ഈ തനിമ അവിടെ കിട്ടത്തില്ല. അത്ര സാധനം ഉണ്ടാക്കാൻ എനിക്കപ്പോൾ ഇത് ഞാനൊരു കച്ചവടമാക്കി എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ബെനിഫിറ്റ് കിട്ടില്ല, പബ്ലിക്കിന് കൊടുക്കാൻ കിട്ടില്ല. ഇപ്പം ഞാനൊരു 10, 100, 150 പേര് സാർപ്പം കണ്ടില്ലേ, എത്ര പേര് ഒരു ഫോൺ എടുക്കാൻ 2 പേര് ഒരാളെ എത്തിയിരുന്നാൽ 150, 200 വേണമെങ്കിലും ഡെയിലി വരും. അപ്പോൾ പേഷ്യൻ്റ് ഇവിടെ വരുന്നതിനനുസരിച്ച് ഈ കച്ചവടം എന്നുള്ള നില ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് അല്ലേ? അതെ അതെ, കച്ചവടം ആയിക്കഴിഞ്ഞാൽ സാർ കോടികൾ വാരിക്കൂട്ടപ്പോൾ എനിക്ക് സമുദായത്തിനുള്ളൊരു സേവനമാണ് അത്. ഇതിപ്പോൾ സാധനം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഇപ്പം എന്നെ അറിയാവുന്നവർക്കറിയാം. ഇപ്പം ഞാൻ ഇരിക്കുന്ന പൊസിഷനിൽ കോടികൾ വാരിക്കൂട്ടാൻ ഒരു മാസം അതിനകത്ത് ഞാൻ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ വിജയിക്കില്ല, ഉറപ്പായിട്ട്. അതുകൊണ്ടല്ലേ ഇപ്പം ഇത്രയും പ്രശ്നം ഉണ്ടായപ്പോൾ നിഷ്പ്രയാസം പിന്നെ ഞാൻ വന്ന് ചികിത്സിക്കുന്നുണ്ടല്ലേ. അത് എൻ്റെ കഴിവല്ല, അത് എന്നെ സമൂഹത്തിന് ആവശ്യമാണെന്ന് അവൻ്റെ കഴിവാണ്. ആരുടെ? അവൻ്റെ കഴിവാണ്, അല്ല എൻ്റെ കഴിവിനകത്ത് ഒന്നുമില്ല. ഞാനൊരു ചുക്കിനകത്ത് പാഹിനിയല്ല, ഞാനൊരു ഗൈഡ് മാത്രമാണ്. ചില സമയങ്ങളിൽ ആ പുള്ളിക്കാരൻ എനിക്ക് ചില പറഞ്ഞിരിക്കും, ഇതിനെ മോന നീ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്താൽ മതി, വേറെ കാര്യങ്ങളൊന്നും ചോദിക്കാനില്ല. ഒരു രോഗത്തിന് ഞാൻ 2 ദിവസം മരുന്ന് കൊടുക്കാറുണ്ട്. അപ്പോൾ വൈദ്യുതി ദൈവവിശ്വാസമാണ് പൂർണ്ണമായും പരിപൂർണ്ണം. അതിൽ കൂടി ഒറ്റ കാര്യം ഞാൻ തന്നെ പറഞ്ഞുതരാം, അവനിൽ കൂടി അല്ലാതെ ഒരു ചികിത്സയും നടക്കില്ല. അവനാണ് രോഗം ഉണ്ടാക്കിയത്. അപ്പോൾ രോഗം ഉണ്ടാക്കിയത് അവനാണെങ്കിൽ അത് മാറ്റാനും അവനല്ലേ പറ്റുള്ളൂ. ഇവരാർക്ക് പറ്റും? ഈ ശരീരത്തെ ഒരു അണുവിനെ കൊണ്ട് ഇത്രത്തോളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റി വേണ്ട ഒരു തിങ്കിങ്, ഒരു വിചാരം കൊണ്ട് ഈ ആന്തരിക അവയവങ്ങളെല്ലാം ഉണർത്തിയെടുക്കുന്നില്ലേ? ഒറ്റ വിചാരം മതി. അവൻ ആർക്ക് സാധിക്കുമത്? അപ്പോൾ ഈ ആവശ്യത്തിനുള്ള മൂലികകളെ എവിടെ നിന്നാണ് സംഭരിക്കുക? അതുകൊണ്ടാണ് ഏറ്റവും ഇത് വലിയ വ്യവസായമാക്കിയാൽ ഈ മൂല്യം കിട്ടത്തില്ല. ഇതെന്നും എവിടെയും പോയി പറിച്ചെടുത്തുകൊണ്ട് വരുന്നല്ലേ അങ്ങനെ കിടക്കുന്നേ. അത് ഇങ്ങനെ കച്ചവടം ഉണ്ടാക്കാൻ പറ്റുമോ? ഇപ്പോൾ പുള്ളിക്കാരി ഇപ്പോൾ 2 ലിവർ സിറോസിസ് ആയി, അവർ 2ൻ്റെ മരുന്ന് ഞാൻ മുക്കിറ്റ് ഇവിടെയൊക്കെ പറിക്കാൻ പോയി അങ്ങനെ മൊത്തം ഒന്ന് പറിച്ചു കഴിഞ്ഞാൽ 2 ദിവസത്തെ കച്ചവടത്തിന് പോയില്ല. അതവിടെ കിടന്ന് പൂക്കണം. പിന്നെയും കളിച്ചെങ്കിലല്ലേ അടുത്ത പ്രാവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് ഇത്രയും കൊല്ലം കൂടെ ഞാൻ കച്ചവടം ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഹോൾസെയിൽ. പിന്നെ രണ്ടാമത് പ്രിസർവേറ്റീവ്, ഏറ്റവും കൂടുതൽ പ്രിസർവേറ്റീവ്. ആ കടയിലിരിക്കുന്ന ഒരു മരുന്നിനകത്തും സ്ഥിരമായിട്ട് കഷായവും അരിഷ്ടവും ആസവങ്ങളും ലേഹ്യങ്ങളും കഴിച്ചാൽ ലിവർ സിറോസിസ് ഉറപ്പാണ് കടയിലിരിക്കുന്നത്. കാരണം അതിനകത്ത് കീടനാശിനി അടിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ അതില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അതാണ് എല്ലാ ദിവസവും ചൂടാക്കണമെന്ന് പറയുന്നത്. അതാണ് എല്ലാ ദിവസവും ചൂടാക്കണം. ഒന്ന് അതിനകത്ത് ഇത് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല കാര്യങ്ങൾ. വെളിയിലിരിക്കുന്ന ഒരാൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ പഠിച്ച പള്ളിക്കൂടത്തിലെ വിദ്യാഭ്യാസം അല്ല. ഈ മരുന്നുകൾ കൊടുക്കുമ്പോൾ എന്തിനാണ് ഈ ഓർഗാനിക്സ് കഴിക്കാൻ പറ്റുന്നത്? അതല്ല, മരുന്നിനകത്ത് ഒരു കാര്യം എപ്പോഴും ഓർക്കണം. നമ്മുടെ ഒരു കോശം, ഒരണുവിനെ കൊണ്ട് അമ്മയുടെ ഗർഭപാത്രത്തിലുണ്ടായ ഒരു സൈഗോട്ട്, ആ സൈഗോട്ട് 21 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ പഴയ സ്വഭാവം മാറി പുതിയ കോശമായിട്ട് മാറുക. ഇതിൻ്റെ തനിമ മാറി. അതിനകത്ത് നല്ലൊരു ക്വസ്റ്റ്യനാണ് അത്. ആ തനിമ മാറിക്കഴിഞ്ഞാൽ പഴയ ഇതൊന്ന് മാറിയിട്ട് പുതിയതിലേക്ക് കയറി വരുമ്പോൾ ആ ആദ്യം തമ്പുരാനുണ്ടാക്കിയ കോശം രണ്ടാമത് അതിൻ്റെ ജീവൻ നിലനിർത്താൻ നമ്മൾ കഴിക്കുന്ന അന്നം കൊണ്ടാണ് അടുത്ത കോശം ഉണ്ടാകുന്നത്.
21 ദിവസം കൊണ്ട് ഒരു മാതൃകോശം ജനിച്ചു മരിക്കുന്നു. പൂർവജന്മകൃതം പാപം. അതാണ് ലോകത്തിൻ്റെ കാഴ്ചപ്പാട്. ആയുർവേദത്തിൽ വൈദ്യൻ്റെ കാഴ്ചപ്പാടാണ്. നീ കഴിഞ്ഞ ജന്മത്ത് എന്തെല്ലാം പാപം ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഫലമാണ് നിന്റെ രോഗം. എല്ലാവരും ധരിച്ചിരിക്കുന്ന മുൻജന്മ പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പുള്ള എന്ന് പറഞ്ഞാൽ ഈ രൂപം ഉണ്ടാകുന്നതിന് മുമ്പുള്ള അല്ല. ഒരു 21 ദിവസത്തിന് മുമ്പ് നീ എന്തൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാമാണ് രോഗം. ഒരു കോശത്തിൻ്റെ ആയുസ് ഉള്ളി 21 ദിവസം. രണ്ടാമതൊരു കോശം ഉണ്ടായി അതിനെ നമ്മുടെ വരുതിയിലാക്കി നമ്മുടെ സ്വഭാവവും നമ്മുടെ കോശവും ഒരുപോലെ ആക്കിയെടുക്കുന്ന മരിക്കുന്നതിൻ്റെ തലേന്ന് 20. 21 + 20 = 41 ഒരു മണ്ഡലകാലം. ഒരു മണ്ഡലകാലം ഒരുത്തൻ വ്രതമെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ മനുഷ്യനായി എന്നർത്ഥം. അത് ക്രിസ്ത്യാനിക്കും അത് തന്നെ, മുസ്ലിമിനും അത് തന്നെ, ഹിന്ദുക്കൾക്കും അത്. മുസ്ലിമിന് 40 + 30 + 30 + 6 + 3 + 1 + 1 41 അവരുടെ. ക്രിസ്ത്യാനിക്ക് 40 + 1 + 10 51 അവർ പറയുന്നത് 41. ഹിന്ദുക്കൾക്ക് 41. 21 + 20 = 41 ഒരു മണ്ഡലകാലം. എല്ലാത്തിൻ്റെയും ബേസ് അവിടെ കിടക്കും. അപ്പോൾ നിന്റെ അടുത്ത കോശം ഉണ്ടാകുന്നത് നീ കഴിക്കുന്ന അന്നം കൊണ്ടാണ്. ആ അന്നം പവിത്രമായിരിക്കണം, ഓർഗാനിക് ആയിരിക്കണം, കീടനാശിനി അടിക്കാത്തതും വളം ചെയ്യാത്തതുമായ ആഹാരം കഴിച്ചാൽ ഒറ്റ മരുന്ന് ഇവിടെ വേറെ വേണ്ട. അവൻ നോക്കിക്കോളും ബാക്കി. അപ്പോൾ വരുന്ന രോഗികൾക്കൊക്കെ ആഹാരങ്ങൾ അവരെ നാട്ടിൽ കിട്ടാതെ വന്നാൽ എന്ത് ചെയ്യും? ഇവിടം വരെ വന്ന് മേടിക്കേണ്ടി വരും. ഇപ്പോൾ കാശില്ലാത്തവൻ ഗൾഫിൽ പോയി പണം ഉണ്ടാക്കാൻ പോയില്ലേ, അതേപോലെ അരി കിട്ടാത്തവൻ ഇവിടെ വന്ന് മേടിച്ചുകൊണ്ട് പോകാമല്ലോ. വേറെ എങ്ങും കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഏതായാലും ഉണ്ട്. ഇവിടെ ഞാനിവിടെ മരുന്ന് കൊടുക്കുന്നിടത്തോളം വേറെ ഇവിടെ അരിയും കണ്ടില്ല. അരി ഇല്ലെങ്കിൽ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ശരിയല്ലേ അല്ലേ? അപ്പം അതിന് വേണമെങ്കിൽ ചക്ക വേരയിലും കാര്യം. എവിടെ അടൂരിന്ന് ഒരുത്തൻ എറണാകുളത്ത് പോയി അരി മേടിക്കാൻ വരുന്നുണ്ട്. കാരണം അവൻ്റെ എക്സ്പയറി ഡേറ്റ് ഡോക്ടർ പറഞ്ഞു ഇനി 1.5 മാസമേ ഉള്ളൂ. അപ്പോൾ അവൻ അടൂരിന്ന് തൃപ്പൂണിത്തുറ പോയി അരി മേടിക്കുന്നില്ലോ. അതേപോലെ ആൾക്കാർക്ക് ആവശ്യം വേണമെന്നാൽ ഇങ്ങനെ. അവസാനമായി ജനങ്ങളോട് അവസാനമായി പറയാനുള്ളത് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ. പൂർണ്ണമായ ഒരു ദൈവവിശ്വാസിയാകുക ആദ്യം, ഫസ്റ്റ്. രണ്ടാമത് നമ്മുടെ പൂർവികർ എങ്ങനെയൊക്കെയാണോ നമുക്ക് ആഹാരം കഴിച്ച് നമുക്ക് ജന്മം തന്നത്, അവർ കഴിച്ച ആഹാരം മാത്രം കഴിക്കുക. അവരുടെ ജീനാണ് നമ്മുടെ ശരീരത്തിൽ കിടക്കുന്നത്. ഒരു പട്ടി വയറുവേദന വരുമ്പോൾ കറുകപ്പുല്ല് തന്നെ പോയി മറപ്പിച്ച് തിന്നുന്നത്. അവൻ്റെ അച്ഛനും അമ്മയും വയറുവേദന വന്നപ്പോൾ കറുകപ്പുല്ലായിരുന്നു തിന്നത്. അതുകൊണ്ടാണ് ആ പട്ടി ഒരു വൈദ്യനും കാണിച്ചുകൊണ്ടാണ്. പ്രകൃതിക്ക് പ്രകൃതിയുടേതായ കുറേ നിയമങ്ങളുണ്ട്. ഒരു ഏത് മനുഷ്യനും അവന് പ്രകൃതിയെ സ്നേഹിച്ച് പ്രകൃതിയെ അറിഞ്ഞ് ജീവിച്ചു കഴിഞ്ഞാൽ ഒരു രോഗവും ഉണ്ടാവില്ല. വളരെ സന്തോഷം.